വയോമിത്ര, നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം. കേന്ദ്ര സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിച്ച് സർഗക്ഷേത്ര 89.6 FM അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി വയോമിത്ര, നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം. എപ്പിസോഡ് 12, വയോജനങ്ങളും അസിസ്റ്റീവ് ടെക്നോളജികളും. വഴിയിൽ വീടാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓർക്കാം, സ്നേഹിക്കാം ആദരവാൽ നരയും ചുടിവെല്ലാം കൈപിടിച്ചിരാം, സഹായിച്ചിരാം. വയോധികർ നാടിൻ അഭിമാനമല്ലോ. വയോധികരെ എന്നും ആദരിച്ചിടണം. വഴിയിൽ വീടാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓർക്കാം, സ്നേഹിക്കാം ആദരവാൽ നിറയും ചുളിവെല്ലാം നെഞ്ചിലേറ്റി കൈപിടിച്ചിടാം, സഹായിച്ചിടാം. വയോധികർ നാടിൻ അഭിമാനമല്ലോ. മുത്തശ്ശന്റെ ഊന്നുവടി എന്തേ? അതില്ലാതെ എങ്ങനെ സ്റ്റുഡിയോയിൽ പോകും? എന്റെ മോളെ ലക്ഷ്മി, എന്നും ഇതുപോലെ തന്നെയാ. എന്റെ സമയം വെറുതെ പോകുക. ഒന്നില്ലെങ്കിൽ മറ്റൊന്നു മറക്കും. എനിക്കും പ്രായമായി എന്ന് തോന്നുന്നു. ഇതാ മുത്തശ്ശന്റെ ഊന്നുവടിയും കണ്ണടയും. ഇതില്ലാതെ മുത്തശ്ശന് ഇപ്പൊ പറ്റത്തേയില്ല. അതെ, ഈ പ്രായത്തിൽ ഈ കാര്യങ്ങളാണ് ജീവിതം സുഖകരമാക്കുന്നത്. തീർച്ചയായും. നമുക്ക് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് സംസാരിക്കാം. എങ്ങനെ പ്രായമായവരുടെ ജീവിതം ആസ്വാദികരമാക്കാമെന്നും എങ്ങനെ ഇവ ഉപയോഗപ്രദമാക്കാമെന്നും സംസാരിക്കാം. അത് കൊള്ളാമല്ലോ ലക്ഷ്മി. ഇത് ഞങ്ങൾ പ്രായമായവർക്ക് ഒരു സന്തോഷ വാർത്തയാണ്. മുത്തശ്ശൻ കുറെ ആഴ്ചകളായി ഇക്കാര്യങ്ങൾ എല്ലാവർക്കും നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന റേഡിയോ പ്രോഗ്രാമിലൂടെ എല്ലാവരെയും അറിയിച്ചു വരികയാണല്ലോ. ഉദാഹരണത്തിന്, സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള വിവിധ സ്കീമുകൾ, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ IPSRC, അത് അടൽ വയോ അഭ്യുദയ യോജനയുടെ ഭാഗമാണ് എന്നും ഈ സ്കീമിലൂടെ ഓൾഡ് ഏജ് ഹോം, കെയർ ഹോം പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് സർക്കാരും അർദ്ധ സർക്കാർ സംഘടനകളും വഴി വിവിധ ഗ്രാന്റുകളും ലഭ്യമാക്കുന്നു എന്ന് പറയാറുണ്ടായിരുന്നു അല്ലേ? അതെ, മുതിർന്ന പൗരന്മാർക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പറായ 14567 അവർക്കുള്ള പെൻഷൻ, ഹൗസിംഗ് സ്കീം, ആയുഷ്മാൻ സ്കീം, PM ഓണർ ഫണ്ട് സ്കീം, സീനിയർ ഓഫൺ ഫേസ് ചാലഞ്ച് മുതലായ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ആയുഷ്മാൻ സ്കീം, PM ഓണർ ഫണ്ട് സ്കീം തുടങ്ങിയ പദ്ധതികളിലൂടെ മുതിർന്ന പൗരന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള മറുപടിയും ഇതിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുത്തച്ഛ, മൂന്നാമത്തെ ഘട്ടം ജെറിയാട്രിക് കെയർ ഗിവേഴ്സ് ട്രെയിനിങ് ആണ്. ഈ പദ്ധതിയുടെ ലക്ഷ്യം മുതിർന്ന പൗരന്മാരെ നോക്കുവാനുള്ള ആളുകളെ എത്തിക്കുകയും തികച്ചും പ്രൊഫഷണലായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണിത്. ഒരു പ്രത്യേക ഗ്രൂപ്പ് തന്നെ ഇതിൽ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ലക്ഷ്യം. നാലാമത്തെ ഘട്ടം സേജ്, എന്നാൽ സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എൻജിൻ. ഈ പ്രോഗ്രാം മുതിർന്ന പൗരന്മാരുടെ ജീവിതം സുഖകരമാക്കുവാൻ വേണ്ട കാര്യങ്ങൾ നൽകി പോരുന്നു. കേന്ദ്ര സർക്കാരും ഈ ഒരു പ്രോഗ്രാം വഴി നല്ല ചുവടുവയ്പ്പാണ് നടത്തിയിരിക്കുന്നത്. ഇടമുറിയാത്ത സേവനം ഈ പോർട്ടലിലൂടെ ലഭ്യമാക്കും. ഇതിലും വിവിധ സേവനങ്ങളും സ്റ്റാർട്ടപ്പുകളും ലഭ്യമാണ്. മുത്തശ്ശ, മറ്റൊരു പ്രധാനപ്പെട്ട സ്കീമാണ് രാഷ്ട്രീയ വയോശ്രീ യോജന. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് ഫിസിക്കൽ എയ്ഡുകളും അസിസ്റ്റീവ് ഡിവൈസുകളും നൽകുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ ഇതിലെ മുഴുവൻ ചിലവുകളും സീനിയർ സിറ്റിസൺ ഫണ്ടിലൂടെയാണ് കണ്ടെത്തുന്നത്.
ഇത് കൂടാതെ തിമിര ശസ്ത്രക്രിയയ്ക്ക് ആയുഷ്മാൻ ഭാരതിലൂടെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി തിമിര ശസ്ത്രക്രിയയും ലഭിക്കുന്നു. ഇതുപോലെ മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട്സും നിലവിലുണ്ട്. കൂടാതെ മാതാപിതാക്കൾക്ക് പ്രത്യേക സംരക്ഷണവുമുണ്ട് ഈ ആക്ടിലൂടെ. മാതാപിതാക്കളെ സംരക്ഷിക്കുക, മുതിർന്ന പൗരന്മാർക്ക് അവരെ തന്നെ സംരക്ഷിക്കുവാൻ കുടുംബ സമ്പത്തിലൂടെ എങ്ങനെ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മാതാപിതാക്കൾ എന്ന വിഭാഗത്തിൽ തന്നെ ബയോളജിക്കൽ, അഡോപ്റ്റീവ്, സ്റ്റെപ്പ് പേരൻസ് എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. ഈ സ്കീമിലൂടെ മുതിർന്ന പൗരന്മാർക്കുള്ള ജീവിത സാഹചര്യം ഉയർത്തുവാൻ സാധിക്കുന്നുണ്ട് മുത്തച്ഛ. അതെ ലക്ഷ്മി, ഇതിലൂടെ നമ്മുടെ തലമുറക്കാർ തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുവാനും സാധിക്കുന്നു. അതായത് പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിൽ. മുത്തച്ഛ, ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന പഠനം, സ്കിൽ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസവും കഴിവുകളെ വികസിപ്പിക്കുന്നതിനുമുള്ള പദ്ധതികളും ഉണ്ട്. അങ്ങനെ മുതിർന്ന പൗരന്മാർക്ക് സ്നേഹവും കരുതലും ലഭ്യമാക്കി കൊടുക്കുന്നു. മുത്തച്ഛ, ഇക്കാര്യം അറിഞ്ഞിരുന്നോ? സിൽവർ എക്കണോമിയെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ മുതിർന്ന പൗരന്മാർക്കുള്ള വിവിധ സംരംഭങ്ങളുടെയും സർവീസുകളുടെയും ഉൽപ്പന്നങ്ങളുടെയും വളർച്ചയ്ക്കും വികസനത്തിനുമുള്ള മുതൽക്കൂട്ടായത്. അതുപോലെ സാക്ഷരതാ പ്രോഗ്രാമുകൾ മുതിർന്ന പൗരന്മാർക്ക് അറിവും പെൻഷൻ സേവിങ്സ് സ്കീമുകളെ കുറിച്ചുള്ള ബോധ്യത്തിനും അവസരമൊരുക്കി. മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ നിലനിർത്തുന്ന പദ്ധതികളും ലഭ്യമാണ്, അല്ലേ മുത്തശ്ശ? എക്സർസൈസ്, യോഗ തുടങ്ങിയവയിലൂടെ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ സാധിക്കുന്നു. ഈ ലക്ഷ്യങ്ങളെല്ലാം ഒരുമിക്കുമ്പോൾ മുതിർന്ന പൗരന്മാർക്കുള്ള ആദരവ് അർത്ഥവത്താകുന്നു. നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. വയോധികരെന്നും ആദരിച്ചിടണം, വഴിയിൽ വീഴാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. സ്നേഹിക്കാം ആദരവാൽ നരയും ചുളിവെല്ലാം നെഞ്ചിലെത്തി. കൈപിടിച്ചിടാം, സഹായിച്ചിടാം, വയോധികർ നാടിൻ അഭിമാനമല്ലോ. വയോധികരെന്നും ആദരിച്ചിടണം, വഴിയിൽ വീഴാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓക്കാം സ്നേഹിക്കാം ആദരവാൽ നരയും ചുളിവെല്ലാം നെഞ്ചിലെത്തി. കൈപിടിച്ചിടാം, സഹായിച്ചിടാം, വയോധികർ നാടിൻ അഭിമാനമല്ലോ. എന്താ പറയുക മോനെ, വാർദ്ധക്യം, ശരീരവേദന, കാഴ്ചക്കുറവ്, മുട്ടുവേദന, കഷണ്ടി, പല്ലുകൊഴിച്ചിൽ, നടക്കുവാനും നിൽക്കുവാനും ബുദ്ധിമുട്ട്. എങ്ങനെ ഞാൻ ജീവിക്കും? അപ്പൂപ്പ, ഇത് ഭയങ്കരം തന്നെ. പ്രായമാവേണ്ടെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. എന്താ സൂരജ്, ബാല്യവും യവനവും ഇഷ്ടപ്പെടുന്ന നമ്മൾ എന്തിന് വാർദ്ധക്യത്തെ തിരസ്കരിക്കണം? ചേച്ചി, അപ്പൂപ്പൻ എത്ര ബുദ്ധിമുട്ടുകയാണെന്ന് കണ്ടില്ലേ? അപ്പൂപ്പൻ മാത്രമല്ല, മറ്റ് പലരും. ശരിയാണ്, അവർ ധാരാളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ജീവിത സായാഹ്നം ആസ്വദിക്കാനുള്ളതാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇത് പലർക്കും സാധ്യമാകുന്നില്ല.
എങ്കിൽ പറഞ്ഞു തരൂ, എങ്ങനെ അത് സാധ്യമാക്കാം? സൂരജ്, സർഗക്ഷേത്ര 89.6 FM-ലൂടെ വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന പ്രോഗ്രാമിലൂടെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രയോജനകരമായ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ അപ്പൂപ്പനെ പോലെ മുതിർന്ന പൗരന്മാർ പലരും നാഷണൽ വയോശ്രീ യോജനയിലൂടെ ജീവിതം ആയാസരഹിതവും ആനന്ദകരവുമാക്കി മാറ്റുന്നുണ്ട്. അത് കൊള്ളാലോ ചേച്ചി. എങ്കിൽ വരൂ, നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അപ്പൂപ്പനോട് പറയാം. വരൂ സൂരജ്, നമുക്ക് പോവാം. മാണിക്ക കല്ലിനെ മാണിക്ക കല്ലിനെ മറക്കില്ല ഞാൻ നിന്നെ. മാണിക്ക കല്ലിനെ മറക്കില്ല ഞാൻ നിന്നെ. മറക്കണ്ട നീ എന്നെ മരിക്കണോ നോക്കണേ. 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 മുത്തം തരാൻ പോവണ്ട, മുല്ലപ്പൂവേ വാടണ്ട. 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 അരിമുല്ല മാലയെ അഴകുപോ ചൂടണേ. അരിമുല്ല മാലയെ അഴകുപോ ചൂടണേ. അരിമുല്ല മാലയെ അഴകുപോ ചൂടണേ. അരിമുല്ല മാലയെ അഴകുപോ ചൂടണേ. ഉള്ളിലുള്ള നാണവും എന്നോടുള്ള കോപവും. ഉള്ളിലുള്ള നാണവും എന്നോടുള്ള കോപവും. ഉള്ളിലുള്ള നാണവും എന്നോടുള്ള കോപവും. ഉള്ളിലുള്ള നാണവും എന്നോടുള്ള കോപവും. മാണിക്ക കല്ലിനെ ഇനി നമ്മുടെ പരിപാടിയിൽ ഒരു പ്രത്യേക അതിഥിയാണ് വരാൻ പോകുന്നത്. ആൾക്ക് എന്നോട് വലിയ സ്നേഹവും ആള് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് കൃത്യമായി വർക്ക് ചെയ്യുന്ന ഒരാളും ഒക്കെയാണ്. ആളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്, ജിമ്മി ബാസ്റ്റ്യൻ മോൻ. ആളുടെ പേര് പറയുമ്പോഴേ ഈ ഭരത് മുത്തശ്ശൻ എന്ത് സന്തോഷമാണെന്നറിയാവോ? കാരണം എന്നെ ഏറെ ഇഷ്ടമാണ്. എന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുമ്പോൾ ചില ഉപദേശങ്ങളും ഒക്കെ ഈ കുട്ടി തരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. മോനെ ജിമ്മിയെ, സന്തോഷം കേട്ടോ വന്നതിൽ നമ്മുടെ ഷോയില്. സന്തോഷം, എന്നെ ഇവിടെ ക്ഷണിച്ചതിലും സന്തോഷം. അപ്പോ ഈ ടെക്നോളജി ഏരിയയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ജിമ്മി മോൻ എനിക്ക് കഴിഞ്ഞ ദിവസം ട്രാൻസ്ലേറ്റിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. അതായത് നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് മാത്രമല്ല, അത് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുത്ത് നമുക്ക് ആ സംസാരം അങ്ങ് തുടങ്ങാം മോനെ. ട്രാൻസ്ലേറ്റ് ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഒരു എഴുത്ത് നിങ്ങൾക്ക് ബാങ്കിൽ നിന്നോ വല്ലതും കിട്ടിയാൽ അത് ഇംഗ്ലീഷിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേത് ഭാഷയിലാണെങ്കിലും ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് നിങ്ങൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ അതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ കഴിയും. ഈ യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു സ്മാർട്ട് ഇയർബഡ്സാണ്. നിങ്ങൾക്കൊരു 10,000 രൂപയിൽ താഴെ ലഭിക്കുന്ന ഈ ഇയർബഡ്സ് ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ ഫോണുമായി ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിൽ ആയിരിക്കുകയും മറ്റേത് ഭാഷയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് വിവർത്തനം ചെയ്ത് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് മറ്റേത് ഭാഷയിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഈ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആയിട്ടുള്ള ആപ്പിനോട് സംസാരിച്ചാൽ ലൗഡ് സ്പീക്കറിലൂടെ അത് നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാളോട് സംസാരിക്കുകയും ചെയ്യും. ഓ,
ഇതെല്ലാം ഗൂഗിൾ ട്രാൻസ്ലേറ്റിലുള്ള കളികളാണല്ലേ? ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചാണ് ഈ ആപ്പ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ ആപ്പ് നിങ്ങളുടെ ഇയർബഡ്സുമായി ബ്ലൂടൂത്ത് വഴി കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ നമുക്കുണ്ട് എന്നുള്ളതാണ് ജിമ്മി മോൻ പറയുന്നത്. മോനെ, ഇപ്പോ നമുക്കിനിയിപ്പോ മറ്റു ചില കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ സീനിയർ സിറ്റിസൺ ആണല്ലോ. ഞങ്ങളുടെ ജീവിതം കുറച്ചുകൂടി എളുപ്പമാക്കാൻ, ഈസി ആക്കാനായിട്ട് ചില വെബ്സൈറ്റുകളും ചില ആപ്പുകളും ഒക്കെ നമ്മുടെ കയ്യിൽ കരുതാമെന്ന് ജിമ്മി മോൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് എൻ്റെ അടുത്ത് ഒന്നിനുണ്ട്. ഇപ്പോൾ ട്രാൻസ്ലേറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന പോലെ നേരത്തെയും പറയാറുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട ചില ആപ്പുകൾ? അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ? മുതിർന്ന പൗരന്മാർക്ക് ആവശ്യം വേണ്ട ചില ആപ്പുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രധാനമായും ഭീം അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് സ്പോൺസേർഡ് ആപ്പ്. അതുവഴി നിങ്ങൾക്ക് പണം കൈമാറാനോ പണം സ്വീകരിക്കാനോ സാധിക്കും. അല്ലാതെ മറ്റ് ആപ്പുകൾ അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് മോൻ എന്നോട് പണ്ട് പറഞ്ഞതാ, എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം, വസന്തത്തിന്റെ വായുവിലും വിഷാണുക്കൾ ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും സംശയിക്കണം. ഓ മിടുക്കൻ. കാരണം ഇതിലെ ചതിക്കുഴികൾ എല്ലാം നമുക്ക് അറിവുണ്ടാകണമെന്നില്ല. സേഫ് ആയിട്ടുള്ള ആപ്പുകൾ മാത്രം പണം കൈമാറ്റത്തിന് ഉപയോഗിക്കണം. പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഡിജി ലോക്കറിൽ നിങ്ങളുടെ ആവശ്യം വേണ്ട ഡോക്യുമെന്റ്സ് സൂക്ഷിച്ചു വെക്കാനും, ഇപ്പോൾ ഫയർ അങ്ങനെ എന്തെങ്കിലും കലാമിറ്റി കൊണ്ട് നമ്മുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും ഇത് റിക്കവർ ചെയ്യാനും ഉപയോഗിക്കാനും സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയാണെങ്കിൽ പോലും ഇതിൻ്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഇല്ലാതെ നമുക്ക് ഈ ഡിജി ലോക്കറിലെ ഡിജിറ്റൽ ഡോക്യുമെന്റ്സ് ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ സാധിക്കും. പിന്നെ വേണ്ട ചില ആപ്പുകൾ ആരോഗ്യം സംബന്ധിച്ചതാണ്. നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്കൊരു മരുന്നിൻ്റെ ഇൻഗ്രീഡിയൻ്റ് അറിയണമെങ്കിൽ അതിനെല്ലാം സഹായിക്കുന്ന ആപ്പുകൾ നമുക്ക് ലഭ്യമാണ്. ആരോഗ്യ സംബന്ധം അല്ലെങ്കിൽ നമ്മുടെ മാനസിക ആരോഗ്യം സംബന്ധിച്ച് മെഡിറ്റേഷൻ അല്ലെങ്കിൽ എങ്ങനെ റിലാക്സ് ചെയ്യാം, നമ്മളിപ്പോൾ ടെൻസ്ഡ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ റിലാക്സ് ചെയ്യാം, ഏത് ഗെയിം കളിക്കാം, നമ്മുടെ ഇപ്പോഴത്തെ മൂഡ് അനുസരിച്ച് ഏത് മൂവി കാണണം, ഇങ്ങനെ വരെ സജസ്റ്റ് ചെയ്യുന്ന ആപ്പുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കയ്യിൽ കരുതണമെന്നാണ് ജിമ്മി മോനും പറയുന്നത് അല്ലേ? അത് കരുതിയാൽ നമുക്ക് നല്ലതാണ്. കാലത്തിനൊത്ത് കോലം മാറണമെന്നാണല്ലോ. എന്തായാലും നന്നായി മോനെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ജിമ്മിമോൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഭരത് മുത്തശ്ശൻ ചില ഉപകരണങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുകൂടി ഒന്ന് പറയാമോ? ഇപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ വാങ്ങാൻ പറ്റുന്ന സ്മാർട്ട് വാച്ചസ് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ വൈറ്റൽ സൈൻസ്, പ്രധാനപ്പെട്ടത് ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, പൾസ് അല്ലെങ്കിൽ പൾസ് ഓക്സിജൻ സാച്ചുറേഷൻ അറിയാൻ പൾസ് ഓക്സിമെട്രി, ഇതെല്ലാം ഈ വാച്ചിലൂടെ സാധിക്കും. ഈ വാച്ച് നിങ്ങളുടെ ഫോണുമായി ബ്ലൂടൂത്ത് കണക്റ്റഡ് ആകുന്നത് കൊണ്ട് അതിലുപയോഗിക്കുന്ന ആപ്പിൽ ഇതിൻ്റെ എല്ലാം റെക്കോർഡ് ഉണ്ടാകും. സോ നിങ്ങളുടെ ഡെയിലി ലോഗ് ഓഫ് വൈറ്റൽസ് നിങ്ങൾക്ക് ലഭിക്കുകയും അത് നിങ്ങൾ ഡോക്ടറെ സമീപിക്കുമ്പോൾ ഇത് കൊടുത്താൽ അയാൾക്ക് കൂടുതൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. പിന്നെ ഉള്ളത്, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഓട്ടോമേറ്റഡ് പിൽ ഡിസ്പെൻസർ ഉണ്ട്. അതും വളരെ കുറഞ്ഞ ചിലവിൽ വാങ്ങാവുന്നതേ ഉള്ളൂ. നമുക്ക് 101 ആണോ 111 ആണോ ഓരോ ഡെപ്പയിലെയും മരുന്ന് എങ്ങനെ ഡെലിവറി ചെയ്യണമെന്ന് നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്യുകയും അതാത് നേരം നമുക്ക് അത് കഴിക്കേണ്ട പാത്രത്തിലേക്ക് നമുക്ക് നിക്ഷേപിച്ച് കിട്ടുകയും ചെയ്യും. ഓഹോ, അപ്പൊ നമ്മൾ എങ്ങനെയാണത് കഴിക്കേണ്ടതെന്ന് നേരം വെച്ച് നമുക്ക് എടുത്ത് തരും. അതാ, ഓരോ ബോക്സിനും നമുക്ക് കോഡ് ചെയ്യാം. 101 ആണോ അല്ലെങ്കിൽ 6 hours early ആണോ, എന്നിട്ട് നമുക്ക് എടുക്കേണ്ട പാത്രത്തിലേക്ക് നമുക്ക് വേണ്ട പിൽസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏത് സമയത്ത് ചെല്ലുന്നോ യുവർ പിൽസ് വിൽ ബി റെഡി ഓൺ ദാറ്റ് പോക്കറ്റ്. അത് കൊള്ളാം കേട്ടോ. ഈ എൻ്റെ ഒരു സുഹൃത്തിനെ കൈക്ക് ചെറിയ വിറവലൊക്കെ ഉണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് എന്തെങ്കിലും? അത്തരം മോട്ടോർ ഡിസബിലിറ്റി ഉള്ള അല്ലെങ്കിൽ പാർക്കിൻസൺ പോലെയുള്ള രോഗാവസ്ഥകൾ ഉള്ളവർക്ക് സാധിക്കുന്ന ഒരു സ്പൂൺ ഈവൻ ഗൂഗിൾ വരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിലും ചീപ്പായിട്ടുള്ള സ്പൂണുകൾ ലഭ്യമാണ്. നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ബാലൻസ് ചെയ്ത്, അതായത് നമ്മളുടെ കൈ വിറച്ചാലും tip of the spoon will be safe and will bring that to your mouth. അതും എന്തായാലും കൊള്ളാം. എന്തായാലും ജിമ്മി മോനെ, ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ തമ്മിലുള്ള സൗഹൃദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മോൻ എനിക്ക് തോന്നുന്നത് 20-22 വയസ്സുള്ളപ്പോൾ മുതൽ നമ്മുടെ ഈ സൗഹൃദം നടക്കുന്ന അല്ലേ? അപ്പോൾ ആ സൗഹൃദത്തിന്റെ പുറത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഈ സീനിയർ സിറ്റിസനോട് എല്ലാവരോടും മോൻ എന്താ പറയാനുള്ളത്? ഒരു എന്താ പറയണേ, നമ്മളെ പോലെയുള്ള ആളുകളെ സ്നേഹിക്കുന്ന ഒരു ആളെന്നുള്ള നിലയ്ക്ക് ഒരു 60 അല്ലെങ്കിൽ 70 വർഷത്തെ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ
ഞങ്ങളെ സംബന്ധിച്ചും ഈ സമൂഹത്തെ സംബന്ധിച്ചും വിലപ്പെട്ടതാണ്. നിങ്ങൾ ഒതുങ്ങി നിൽക്കാതെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വളരെ പ്രചാരമുള്ള സോഷ്യൽ മീഡിയ അല്ല, കമ്മ്യൂണിറ്റി ഡിപ്പെൻഡൻ്റ്, അതായത് നെക്സ്റ്റ് ഡോർ ഇസ് സോഷ്യൽ മീഡിയ ദാറ്റ് നമ്മുടെ നിയർ ബൈ ആളുകളെ കണക്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ നമ്മുടെ ഒരു പൾസ് ഈ സമൂഹത്തിന് വിലപ്പെട്ടതായതുകൊണ്ട് നിങ്ങളത് ഷെയർ ചെയ്യുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുക. പിന്നെ നമ്മുടെ മാനസികാരോഗ്യം നിലനിർത്താൻ ആഴ്ചയിൽ ഒരു മൂവിയോ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഗെയിം കളിക്കുകയോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും. കുട്ടികൾക്ക് മാത്രം കളിക്കാവുന്നതല്ല ഈ ഗെയിം, എല്ലാവർക്കും കളിക്കാം. മറ്റെന്തെങ്കിലും പാഷൻ നിങ്ങൾക്ക് പ്രത്യേകിച്ചുണ്ടെങ്കിൽ, മ്യൂസിക്കോ ആർട്ടോ, അത് പിന്തുടരുന്നത് വളരെ നല്ലതാണ്. മ്യൂസിക് ഇഷ്ടമുള്ളവർ ഇപ്പോൾ ഏതെങ്കിലും റേഡിയോയുടെ ആപ്പുകളോ, ആർട്ട് ഇഷ്ടമുള്ളവർ ഡ്രോ ചെയ്യാനുള്ള ഒരു ചെറിയ പാഡോ വല്ലതും കരുതിയാൽ അതിൽ നമ്മളുടെ ക്രിയേറ്റീവ് വർക്ക് ഉണ്ടാക്കുകയും അത് ഷെയർ ചെയ്യുകയും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മാനസികാരോഗ്യം നമ്മുടെ ഡോപ്പമൈൻ റിലീസിനും നമ്മുടെ മാനസികാരോഗ്യത്തിനും സഹായിക്കും. ഓ, എന്തായാലും സന്തോഷം കേട്ടോ ജിമ്മി മോനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. ആളുടെ മുഴുവൻ പേര് ജിമ്മി ബാസ്റ്റ്യൻ, സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മൾ തമ്മിലുള്ള സൗഹൃദം തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയും നമ്മുടെ പരിപാടിയിൽ വരണം. ഓ, വളരെ നന്ദി. താങ്ക് യു. കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. നിങ്ങൾക്കറിയാമോ അസിസ്റ്റീവ് ടെക്നോളജി എങ്ങനെ മുതിർന്നവരുടെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്നു എന്ന്? അസിസ്റ്റീവ് ടെക്നോളജി എന്നാൽ മുതിർന്നവരുടെയും അംഗവൈകല്യമുള്ളവരുടെയും ജീവിതത്തെ ശരിയായ രീതിയിൽ നയിക്കുന്നതാണ്. മുത്തച്ഛ, അസിസ്റ്റീവ് ടെക്നോളജിയെ അഡാപ്റ്റീവ് ടെക്നോളജി എന്നും വിളിക്കാറുണ്ട്. ചില ഉദാഹരണങ്ങൾ സ്ക്രീൻ റീഡർ, കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം, വോക്കർ, ബ്രേസസ്, പവർ ലെഫ്റ്റ്, പെൻസിൽ ഹോൾഡർ, ഐ ഗേസ് സിസ്റ്റം, ഹെഡ് ട്രാക്കേഴ്സ്, ശ്രവണ സഹായികൾ ഇവയൊക്കെയാണ്. ഇതുവഴി മുതിർന്ന പൗരന്മാർക്കും അംഗപരിമിതർക്കും സുഖമായി ജീവിക്കാൻ സാധിക്കുന്നു. അസിസ്റ്റീവ് ടെക്നോളജി വഴി മുതിർന്ന പൗരന്മാർക്കും അംഗവൈകല്യമുള്ളവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും തങ്ങളുടെ സ്കൂൾ, ജോലി, വീട് തുടങ്ങിയവയിൽ സഹായം നൽകുവാനും പ്രാപ്തരാക്കുന്നു. ഇവ മുതിർന്നവർക്ക് സ്വയം വളരുവാനും തങ്ങളുടെ കഴിവുകളെ ശരിയായി ഉപയോഗിക്കുവാനും പ്രാപ്തരാക്കുന്നു, അല്ലേ മുത്തച്ഛ? അത് തന്നെ ലക്ഷ്മി. അസിസ്റ്റീവ് ടെക്നോളജി മുതിർന്നവർക്ക് ജീവിതം ലഘൂകരിക്കുവാനും സ്വയം പര്യാപ്തത നേടുവാനും സഹായകരമാകുന്നു. മുതിർന്ന പൗരന്മാരെ സമൂഹവുമായി ബന്ധപ്പെടുത്തുകയും അതിന്റെ പ്രയോജനം ലഭ്യമാക്കുകയും ചെയ്യുകയാണ് അസിസ്റ്റീവ് ടെക്നോളജി. അങ്ങനെ നമ്മൾ മുതിർന്ന പൗരന്മാരോടുള്ള ബഹുമാനവും വർദ്ധിപ്പിക്കുന്നു. കേട്ടോ ലക്ഷ്മി, ഇനി എന്റെ ഒരു സുഹൃത്തുമായുള്ള ഒരു ഫോൺ കോളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശരി മുത്തച്ഛ. എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് എന്റെ ഒരു പഴയ സുഹൃത്ത. ആളുടെ പേര് മോഹനൻ. നമസ്കാരം മോഹനൻ സാർ. ഓ, നമസ്കാരം. നമ്മളെ ഒരുപാട് നാളുകളായി സംസാരിച്ചിട്ട്, എന്നാലും ഇങ്ങനെ ഒരു പ്രത്യേക പരമ്പര നടക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു അതിഥിയായി മോഹനൻ സാറിനെ കൊണ്ടുവരണം എന്ന് എനിക്ക് അതിയായ മോഹം തന്നെ ഉണ്ടായിരുന്നു. കാരണം താങ്കൾ 17 വർഷമായിട്ട് വീൽ ചെയർ ഉപയോഗിക്കുന്ന ആളാണല്ലോ. അതിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഒരുപാട് നല്ല നല്ല തൊഴിലിടങ്ങളിൽ എത്താൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ സാറിനെ ഈ ഒരു പരിപാടിയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചത്. സാർ, എങ്ങനെയാണ് സാർ ആ ഒരു വീൽ ചെയറിലേക്ക് വരുന്നതും എങ്ങനെയായിരുന്നു പിന്നീടുണ്ടായ ജീവിതവും? അതിനെക്കുറിച്ച് എനിക്കറിയാം, എന്നാലും നമ്മളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? എനിക്ക് ഇപ്പോൾ 72 വയസ്സായി. ഞാൻ വിവാഹം കഴിച്ച് 3 കുട്ടികളുണ്ട്. 2 പെണ്ണുകളാണ്. പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച്, മകൻ കല്യാണം കഴിച്ച് 2 കുട്ടികളുണ്ട്. ഇടയ്ക്ക് എനിക്ക് കരിപ്പണിയായിരുന്നു ജോലിയെ. കരിപ്പണിയുടെ ഇടയ്ക്ക് കായികവശാൽ ഒരു ടെലിക്കസം പുറത്ത് വീണിട്ട് 2 ഒടിഞ്ഞു. അതിനുള്ള എനിക്ക് ചങ്കിന്റെ അഭാവത്തോണ്ട് സ്പൈൻകോഡ് പൊട്ടിപ്പോയി. സ്പൈൻകോഡ് പൊട്ടിപ്പോയിട്ട് ഞാൻ കിടപ്പുരോഗിയായി. അപ്പോഴെ അവശത എന്ന് പറഞ്ഞാൽ തീരെ അവശതയായിരുന്നു. ഞാൻ മാനസികമായിട്ട് തളർന്നു പോയി. 87 ദിവസം മെഡിക്കോളയില്ല, 47 ദിവസം വെന്റിലേറ്ററിൽ ഇട്ടത്. 87ാമത്തെ ദിവസം വീട്ടിൽ വന്ന് ഒരാഴ്ച ദിവസപ്പോഴാണ് എനിക്ക് മനസ്സിലായി നടക്കാൻ പറ്റത്തില്ല എന്ന്. ഞാൻ കടന്നു വിധത്തായിട്ട് പറയാൻ പ്ലാൻസായിരുന്നു. അതിനകത്ത് എങ്ങനെയോ രക്ഷപ്പെട്ടു. അങ്ങനെ ഇരുന്ന് ഈ പാലിയേറ്റീവ് എന്ന് പറഞ്ഞ ഒരു സംഘടന വന്ന് നമ്മുടെ കലകൂര് പാലിയേറ്റീവ് പരിചരണം വിഭാഗം അവർ വന്നപ്പോ കണ്ടു. വേണ്ട ഉപദേശങ്ങൾ തന്നു. എനിക്ക് ആദ്യം വീൽ ചെയർ തന്നു. ആ വീൽ ചെയർ പയ്യെ വീട്ടിൽ നിന്ന് ഭാര്യയും കൂടി കൂടിയെടുത്ത് വീൽ ചെയർ എടുത്ത് പോയിക്കകത്ത് അക്കൗണ്ടിങ്ങിനോട് പിന്നെ കൈക്കെട്ട് കുറെ സ്വാധീനമായി. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പം ഉമ്മൻചാണ്ടി സാർ ഭരിച്ചിരുന്നത് പുള്ളി പോലെ ജനസമ്പർക്ക പരിപാടി വെച്ചു. ഞാൻ ചെന്നു, സാറിനോട് വിവരങ്ങൾ പറഞ്ഞു. എനിക്കൊരു മുച്ചക്ര വണ്ടി വന്നു.
ആ മുച്ചക്കര വണ്ടിയെ കയറും വരും, എവിടെ വെളിയിലോട്ടൊക്കെ പോകും, നല്ല വഴിയാണ്, വെളിയിൽ പോകും, ആൾക്കാരൊക്കെ ആയിട്ട് സംസാരം തുടങ്ങി, എല്ലാവരുമായിട്ട് നല്ല ഹാപ്പിയായി. ഇടയ്ക്ക് പിന്നെ ലോട്ടറി കച്ചവടം തുടങ്ങി, കുറച്ച് ലോട്ടറി എടുത്ത് വിറ്റ് പൈസയായി, അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം നല്ല ഹോബിയാണ്. ഈ അവസരം എന്തുകൊണ്ട് നൃത്തം തന്നു, നക്ഷത്ര വണ്ടി തന്നു, അതുകൊണ്ട് എന്റെ ജീവിതം മുമ്പോട്ട് പോയി. സന്തോഷം സാർ, സന്തോഷം. എന്തായാലും ആ മുച്ചക്ര വണ്ടി കൊണ്ട് താങ്കളുടെ ജീവിതം, അതായത് നമുക്ക് അന്നം കഴിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ, നമ്മൾക്ക് സന്തോഷം വേണം ജീവിക്കണമെങ്കിൽ, നമുക്ക് നല്ല സൗഹൃദങ്ങൾ വേണം ജീവിക്കണമെങ്കിൽ. അപ്പൊ ആ കാര്യവും എല്ലാം ഭംഗിയായി മുന്നോട്ട് പോയല്ലോ എന്നുള്ളതാണ് എന്റെ സന്തോഷം. മോഹനൻ സാർ, സന്തോഷം കേട്ടോ. വീണ്ടും സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. നന്നായിരിക്കൂ, ആരോഗ്യത്തോടെ ഇരിക്കൂ, ഭക്ഷണമൊക്കെ ശരിക്കും കഴിക്കൂ കേട്ടോ. മുത്തച്ഛ, എത്ര മുതിർന്ന പൗരന്മാരാണ് ഗവൺമെന്റ് പദ്ധതികളിലൂടെ അസിസ്റ്റീവ് ടെക്നോളജി ആൻഡ് ഡിവൈസുകളുടെയും സഹായത്തോടെ സുഖകരമായി ജീവിക്കുന്നത്. ലക്ഷ്മി, ഇത് സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ മുതിർന്നവരെ ബഹുമാനിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അസിസ്റ്റീവ് ഡിവൈസ് എന്ന് പറയുമ്പോൾ നടക്കുവാൻ സഹായിക്കുന്ന ട്രൈപോഡുകളും ക്വാഡ് പോഡുകളും ഉൾപ്പെടുന്നു അല്ലേ മുത്തച്ഛ? അതെ. കൂടാതെ ശ്രവണ സഹായികൾ, കൃത്രിമ പല്ലുകൾ, കണ്ണടകൾ, വീൽ ചെയറുകൾ, ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കസേരകൾ, മുട്ടിനും നടുവിനും സഹായകരമാകുന്ന ബെൽറ്റുകൾ തുടങ്ങിയവയാണ്. വളരെ ശരിയാണ് ലക്ഷ്മി. ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ, ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ, ഇരുളുമില്ലല്ലോ യുഗത്തിൽ, ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ. ഊണുമില്ലല്ലോ ഉറക്കമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ, ഊണുമില്ലല്ലോ ഉറക്കമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ, എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ, എണ്ണമില്ലല്ലോ ഒച്ചയില്ലല്ലോ ലോശയില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ, ഒച്ചയില്ലല്ലോ ലോശയില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ, ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ, ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ. ആണിയോടോ നൂലു വന്നയ്യോ നൂലു താണയ്യോ താണുരുണ്ട്, ആദിയോടോ നൂലു വന്നയ്യോ നൂലു താണയ്യോ താണുരുണ്ട്, പാതിമൊട്ട വിണ്ടു പൊട്ടി മേലു ലോകം ബുക്കിയല്ലോ, പാതിമൊട്ട വിണ്ടു പൊട്ടി കീയു ലോകം ബുക്കിയല്ലോ. ശർക്കരക്കോടി സമത്തരമഞ്ചുമങ്ങൊത്തു ചേർന്നു കിടന്ന കാലം, ശർക്കരക്കോടി സമത്തരമഞ്ചുമങ്ങൊത്തു ചേർന്നു കിടന്ന കാലം, ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ, ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ. മുതിർന്നവർക്ക് ഇവയൊക്കെ ലഭ്യമാകുന്നതിലൂടെ അവരുടെ ജീവിതം ആയാസകരവും സുഖകരവുമാകുന്നു. മേൽപ്പറഞ്ഞ ഉപകരണങ്ങളെല്ലാം തന്നെ നാഷണൽ വയോശ്രീ യോജന വഴി ഫ്രീ ആയാണ് വയോജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതെല്ലാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വിവിധ ജില്ലകളിലും ബ്ലോക്ക് തലത്തിലും ക്യാമ്പുകളും നടത്തിപ്പോരുന്നുണ്ട്. അങ്ങനെ ഇതിന് എലിജിബിളായ എല്ലാവരിലേക്കും നമ്മളിത് ഈ ഡിവൈസുകളെല്ലാം തന്നെ എത്തിക്കുന്നുമുണ്ട്. മുതിർന്നവർക്ക് ഇതൊക്കെ ലഭ്യമാക്കുന്നതിലൂടെ അവരുടെ ജീവിതം ആയാസകരവും സുഖകരവുമാകുന്നു അല്ലേ മുത്തച്ഛ? അതുകൊണ്ടല്ലേ ലക്ഷ്മി പറയുന്നേ, നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം. ഞാനും മുത്തച്ഛൻ ഭരത്തും അടുത്ത എപ്പിസോഡിൽ ഇതുപോലെയുള്ള അറിവുകളുമായി വീണ്ടും എത്തുന്നതായിരിക്കും. നമ്മുടെ വയോധികർ, നമ്മുടെ അഭിമാനം.
ഇതുവരെ കേട്ടത് വയോമിത്ര, നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം. വയോമിത്ര എപ്പിസോഡ് 12, വയോജനങ്ങളും അസിസ്റ്റീവ് ടെക്നോളജികളും. കേന്ദ്ര സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിച്ച് അടൽ വയോ അഭ്യുദയ യോജന അടിസ്ഥാനമാക്കി സർഗക്ഷേത്ര 89.6 FM അവതരിപ്പിച്ച പ്രത്യേക പരിപാടിയാണ് കേട്ടത്. വയോമിത്ര, നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം.